എം.ആർ. അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശയാണ് അംഗീകരിച്ചത്. ജൂലൈ 1 ഒഴിവ് വരുമ്പോൾ DGP ആകും. അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ലെന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. കൂടാതെ വനനിയമ ഭേദഗതി മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ വനമന്ത്രിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിസഭാ യോഗത്തിനിടെയാണ് നിർദ്ദേശം നൽകിയത്. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, അങ്ങനെ ആകെ ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായ തീരുമാനങ്ങളെക്കുറിച്ച് അറിയണം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എം.ആർ. അജിത് കുമാറിനുള്ള സ്ഥാനക്കയറ്റത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു എന്നുള്ളതാണ്. എന്താണ് അതിൽ വിശദമാക്കിയിരിക്കുന്നത്? വീണ 1994 ബാച്ച് മനോജ് എബ്രഹാമിന് ശേഷമുള്ള അർഹതാ പട്ടിക പരിശോധിക്കുമ്പോഴാണ് DGP സ്ഥാനത്തേക്ക് എം.ആർ. അജിത് കുമാർ സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുന്നത്. എം.ആർ. അജിത് കുമാർ 1995 ബാച്ചാണ്. ഈ ബാച്ചിലെ അർഹത പട്ടികയിൽ വരുന്ന മുറയ്ക്കനുസരിച്ചാണ് ജൂലൈ 1 ഒഴിവ് പ്രകാരം എം.ആർ. അജിത് കുമാർ DGP സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ DGP സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നൽകി എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ട് നൽകിയ സ്ക്രൂട്ടനിങ് കമ്മിറ്റിയാണ് നൽകിയ ശുപാർശയാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ക്രൂട്ടനിങ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു. നിലവിലിപ്പോൾ എം.ആർ. അജിത് കുമാറിനെതിരെ വിജിലൻസ് അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകാമോ എന്നൊരു ചോദ്യം പല ഘട്ടങ്ങളിലായിട്ട് ഉയർന്നു വന്നിരുന്നു. അതിന് സ്ക്രൂട്ടനിങ് കമ്മിറ്റി നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ പല കേസുകളും വന്നിട്ടുണ്ട്. ആ കേസുകളിലൊക്കെ അന്തിമ വിധി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അന്വേഷണ അല്ലെങ്കിൽ ഇത്തരത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം പോലുള്ള വിഷയങ്ങളിൽ വിജിലൻസ് പോലുള്ള അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പോലുള്ള ഘട്ടങ്ങളിൽ അവർക്കത് എതിരായിട്ട് വരുന്നില്ല എന്നൊരു കണ്ടെത്തലുകളും ഈ സ്ക്രൂട്ടനിങ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥാനക്കയറ്റങ്ങളിലെ ഈ അന്വേഷണങ്ങൾ ബാധിക്കില്ല എന്നാണ് പല സുപ്രീം കോടതി വിധികളും എടുത്തു കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ADGPയെ ഈ DGP സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ നിയമമന്ത്രി അല്പം മുമ്പാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് എം.ആർ. അജിത് കുമാറിനെ DGP സ്ഥാനത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് അങ്ങനെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണെങ്കിൽ ഒരുപക്ഷെ മന്ത്രിസഭാ യോഗം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിക്കില്ലായിരുന്നു എന്നും നിയമമന്ത്രി തന്നെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അർഹതാ പട്ടിക നിലവിലെ അർഹതാ പട്ടിക പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനക്കയറ്റം നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1994 ബാച്ച് മനോജ് എബ്രഹാമിന് ശേഷമുള്ള 1995 ബാച്ച് എം.ആർ. അജിത് കുമാറിനെ പരിഗണിക്കുകയായിരുന്നു. ഈ ബാച്ചുകൾ അനുസരിച്ചുള്ള അർഹതാ പട്ടികയാണ് നിലവിൽ പരിഗണിച്ചിട്ടുള്ളത്. നിലവിലെ അന്വേഷണങ്ങളൊന്നും അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തിനെ ബാധിക്കില്ല എന്നും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു സ്ക്രൂട്ടനിങ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം എം.ആർ. അജിത് കുമാർ ADGP ആയിരുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള വിവാദങ്ങളാണ് സർക്കാരിനെ പിടിച്ചു കുലുക്കിയത്. അത് മുന്നണിയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ചർച്ച വന്നിരുന്നു. LDF മുന്നണിയിലെ CPI ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ എതിർപ്പുകൾ അറിയിച്ചിരുന്നു. ജനയോഗം ഉൾപ്പെടെയുള്ള മുഖപത്രങ്ങളിൽ ADGP ആയിരിക്കുന്ന സമയത്ത് എം.ആർ. അജിത് കുമാറിനെതിരെ വിവിധ ലേഖനങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഇതൊരു വലിയ തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾക്കും അതോടൊപ്പം തന്നെ വലിയ ചർച്ചകൾക്കും ഒക്കെ ഒരു ആരംഭമായി തന്നെ ഈ എം.ആർ. അജിത് കുമാറിനെ ഇത്തരത്തിൽ DGP ആയിട്ട് സ്ഥാനക്കയറ്റം നൽകുന്ന ചർച്ചയിൽ വന്നേക്കാം. പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഒരു നിയമസാധുതയാണ്. അല്ലെങ്കിൽ ഇതിനെ സാധൂകരിക്കാവുന്ന ഘടകങ്ങളെല്ലാം മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതിനുള്ള മറുപടികളും ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിയമപരമായിട്ടുള്ള എല്ലാ വശങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലെ സ്ഥാനക്കയറ്റങ്ങളുടെ ചട്ടങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എം.ആർ. അജിത് കുമാറിനെ DGP സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടതായാലും ജൂലൈ 1 ഒഴിവ് വരുന്ന മുറയ്ക്ക് നിലവിൽ എം.ആർ. അജിത് കുമാർ DGP ആയിട്ട് സ്ഥാനക്കയറ്റം ലഭിക്കും. ഈ അന്വേഷണം വരുമ്പോൾ, അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിലെന്താണ് മാറ്റം വരിക എന്നുള്ള നിയമവശങ്ങൾ കൂടി ഒരുപക്ഷെ സർക്കാർ ഇപ്പോൾ തന്നെ അന്വേഷിച്ചിട്ടുണ്ടാകണം. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഈ വനനിയമ ഭേദഗതി സംബന്ധിച്ച് വനമന്ത്രിയോട് മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ പറഞ്ഞതിൻ്റെ പിന്നിലും എന്താണ് ടിൻഡു?
വീണ, നമുക്കറിയാം സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വനം വന്യജീവി സംഘർഷങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ളവരും ചികിത്സയിൽ കഴിയുന്നവരുടെയൊക്കെ എണ്ണം എടുക്കുന്നതെങ്കിൽ അത് ഭീമമായിട്ടൊരു കണക്കാണ്. നമുക്കറിയാം 2 ദിവസം മുമ്പാണ് ഈ കോതമംഗലത്ത് ഒരാളെ ആന ചവിട്ടി കൊന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ വനനിയമ ഭേദഗതി ഒരു വിശദീകരണത്തിന് സമയമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഈ വനനിയമ ഭേദഗതി സർക്കാർ ഒത്തുകളിക്കുകയാണ്, സർക്കാർ മറച്ചു പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്, തുടർന്നുള്ള വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. നമുക്കറിയാം സംസ്ഥാനത്ത് 29% വനഭൂമി ഉള്ളത്. ഒരുപക്ഷെ വനനിയമ ഭേദഗതി വരികയാണെങ്കിൽ ഇത് ഇതുവരെ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ള ആരോപണം, അതോടൊപ്പം തന്നെ പല ഇടങ്ങളിൽ വരുന്നൊരു ആരോപണം ഇങ്ങനെയാണ്: 29% വനഭൂമിയാണ്. പുതിയ വനഭേദഗതി അല്ലെ വനനിയമ ഭേദഗതി വരുന്നതിലൂടെ ഈ വനഭൂമിയുടെ വിസ്തൃതി കൂടും. 29% എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് 35-40 അടുത്തുള്ള ശതമാനത്തിലേക്ക് എത്തും. അപ്പോൾ വനഭൂമിയുടെ അളവ് കൂടും. അങ്ങനെയാണെങ്കിൽ വനഭൂമിയുടെ അളവ് കൂടുമ്പോൾ കൃഷിക്കും വനമേഖലയിൽ ജീവിക്കുന്നവർക്കും അത് വലിയ രീതിയിൽ അവർക്ക് എതിരായിട്ട് തന്നെ അത് ബാധിക്കും. അങ്ങനെയെങ്കിൽ അവരുടെ ജീവിതത്തെ അത് ബാധിക്കും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ വനനിയമം ഈ ജനങ്ങളെ ബാധിക്കുന്നത്, ഈ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ വിഷയം ഇവർക്ക് എങ്ങനെയാണ് ഈ വിഷയങ്ങൾ ബാധിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആണ് ഇപ്പോൾ നിലവിൽ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭേദഗതി കൂടി മാധ്യമങ്ങളോട് വിശദീകരിക്കണമെന്നാണ് വനമന്ത്രിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മന്ത്രിസഭാ യോഗം ഇന്ന് ചേർന്നിരുന്നു.